1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം വാക്യം. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. വാക്യം വളരെ ശ്രദ്ധേയമാണ്. പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ. ഗമാലിയേൽ എന്ന വലിയ പണ്ഡിതന്റെ കീഴിൽ പഠിച്ച പ്രമാണിയും പണ്ഡിതനുമായ ഒരു മനുഷ്യനാണ് പൗലോസ്. അദ്ദേഹം പറയുന്ന വളരെ ശ്രദ്ധേയമാണ്. എനിക്ക് ജീവിതത്തിൽ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അന്തസത്ത ഉണ്ടാകേണ്ടതും ഇവിടെയാണ്. ക്രിസ്തുവിനെ അല്ലാതെ മറ്റിടങ്ങളെ പറ്റിയുള്ള അറിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായി തീരുന്നത്. ക്രിസ്തുവിനെ അറിയാതെ പോകുന്ന ഇടങ്ങൾ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി, ക്രിസ്തുവിന്റെ നമ്മുടെ ജീവിതത്തിലുള്ള സാന്നിധ്യത്തെ പറ്റി, ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെ പറ്റി, ക്രിസ്തുവിന്റെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജീവിതത്തെ ഇടപെടലിനെ പറ്റി നമുക്ക് ബോധ്യമുണ്ടാകുന്നത് കൊണ്ടാണ് നാം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള അറിവുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അവയൊന്നും സമാധാനങ്ങൾ നൽകാത്തത്. ക്രിസ്തുവിനെ പറ്റി, അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി, കാരണം നമുക്ക് വേണ്ടി ക്രൂശു മരണം ഏറ്റവനാണ് ക്രിസ്തു എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അവനെ പറ്റി നമുക്ക് ചിന്തയുണ്ടാവുകയുള്ളൂ. ക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റിയുള്ള ചിന്താഭാരം ഉണ്ടാകണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഭാരം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം ഒരു കുരിശ് ജീവിതമായി തീരുന്നത്, ക്രൂശിതന്റെ ജീവിതമായി തീരുന്നത്, ക്രിസ്തു ജീവിതമായി തീരുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്രൂശിനെ പറ്റിയുള്ള ഭാരം ക്രിസ്തുവിനെ പറ്റിയുള്ള ഭാരമായി തീരണം. യഥാർത്ഥ ജീവിതത്തിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള ഭാരമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്.